കഴിഞ്ഞ 6 പതിറ്റാണ്ടായി കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കാത്തത് ബി.ജെ.പി. വെറും 10 വർഷം കൊണ്ട് ചെയ്തെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷം കൊണ്ട് രാജ്യം വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. വെസ്റ്റ് ഡൽഹി സ്ഥാനാർത്ഥി കമൽജിത്ത് സെഹ്രാവത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയുടെ നല്ല നാളേക്കായി സെഹ്രാവത്തിനെ പിന്തുണയ്ക്കണമെന്നും വിജയിച്ചാൽ വികസനം കാഴ്ചവെക്കുമെന്നും ഗഡ്കരി പറഞ്ഞു. രാജ്യത്തിന് സത്യസന്ധരായ മികവുറ്റ നേതാക്കളുണ്ട്. കഴിവുള്ള നേതൃത്വത്തിന് കീഴിൽ മാത്രമേ രാജ്യം അഭിവൃദ്ധിപ്പെടുകയുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉടൻ മാറും. ഭാരതം വിശ്വഗുരു ആകുന്നത് സ്വപ്നം കാണുന്ന ഭാരതീയർ തീർച്ചയായും ബി.ജെ.പിയെ പിന്തുണയ്ക്കണം. ഇതിനു പുറമെ ഡൽഹിയുടെ ആയുസ് 10 വർഷം വർദ്ധിക്കുന്നതിനായുള്ള പദ്ധതികളും കേന്ദ്രം ആവിഷ്കരിക്കുമെന്നും ഗഡ്കരി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഡൽഹിയെ ജല, ശബ്ദ, വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. 60 വർഷമായി ഡൽഹിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നും ബി.ജെ.പി. സർക്കാർ മാത്രമാണ് ഡൽഹിക്ക് കൈത്താങ്ങായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യ തലസ്ഥാനത്ത് നടപ്പാക്കിയ വിവിധ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് 5ാം ഘട്ടം കഴിഞ്ഞതോടെ എൻ.ഡി.എ തരംഗം കൂടുതൽ ശക്തമായതായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്നത്. മോദി 310 സീറ്റ് പിന്നിട്ടതായി അമിത്ഷായും അവകാശപ്പെട്ടു. ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസമേറിയെന്നും 300-നടുത്ത് സീറ്റ് നേടുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു. ജൂൺ 4-ന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു. എൻ.ഡി.എ തരംഗം കൂടുതൽ ശക്തമാകുന്നതായും കേന്ദ്രത്തിൽ കരുത്തുറ്റ എൻ.ഡി.എ സർക്കാർ വേണമെന്ന് ഇന്ത്യയിലെ ജനം തീരുമാനിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ മുന്നണി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായുള്ള എന്ത് ശ്രമം നടത്തിയാലും ജനം വിശ്വസിക്കില്ലെന്ന് മോദി എക്സിൽ കുറിച്ചു. മോദി 310 സീറ്റ് പിന്നിട്ടതായും അടുത്ത 2 ഘട്ടത്തോടെ 400 സീറ്റ് എന്ന ലക്ഷ്യം നേടുമെന്നും ഒഡീഷ സംബൽപൂരിലെ റാലിയിൽ അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു. 5ാം ഘട്ടം പൂർത്തിയായതോടെ മോദി സർക്കാർ പരാജയം ഉറപ്പിച്ചുവെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വാദം. ഇന്ത്യ മുന്നണി 300-ലേറെ സീറ്റ് നേടും. ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനികളാണെന്ന അമിത്ഷായുടെ പരാമർശം പ്രതിഷേധാർഹമാണെന്നാണ് കേജ്രിവാൾ പറയുന്നത്. അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ അഹങ്കാരവും ഭീഷണിപ്പെടുത്തലും കൂടി. രാജ്യത്തെ രക്ഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് കേജ്രിവാൾ അഭ്യർത്ഥിക്കുക കൂടി ചെയ്തു.